പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 11 ചൊവ്വ. പ്രധാന വാർത്തകൾ. ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലായത്തിൽ വീടിന് തീപിടിച്ചു. ദുബൈഷി പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. സിവിൽ ഡിഫൻസ് അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്ത കാരണം അറിവായിട്ടില്ല. സംഭവത്തെ തുടർന്ന് വീടിന്റെ ഒരു ഭാഗവും സാധനങ്ങളും കത്തിനശിച്ചു. കെട്ടിടം മുഴുവനായി പുകയിൽ നിറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ട മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. റംസാൻ മാസത്തിൽ താമസ കെട്ടിടത്തിൽ ജലസേവനങ്ങൾ വിച്ഛേദിക്കുന്നത് വിലക്കിയ നടപടി ആളുകൾക്ക് ആശ്വാസമായി. വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്ക് റംസാനിൽ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പബ്ലിക് സർവീസ് റെഗുലേഷൻ അതോറിറ്റി അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. വാരാന്ത്യങ്ങൾക്കും ഔദ്യോഗിക അവധികൾക്കും മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസങ്ങളിലും വാട്ടർ കണക്ഷനുകൾ വിച്ഛേദിക്കരുത്. ജലവിതരണം വിച്ഛേദിക്കാൻ കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും നോട്ടീസ് നൽകിയിരിക്കണമെന്നും പുതിയ ഉത്തരവിൽ പറയുന്നു. കുടിശ്ശികയുടെ 4/1 പകുതിയോ അടയ്ക്കുക, അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ കുടിശ്ശികകൾ ഗഡുക്കളായി തീർക്കാൻ സമ്മതിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ കണക്ഷൻ പുനഃസ്ഥാപിക്കാം. ബില്ലുകൾ അടയ്ക്കാതിരിക്കുക, വൈകി ബിൽ അടയ്ക്കുക, അംഗീകൃത മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള കണക്ഷനുകൾ, കണക്ഷൻ അഭ്യർത്ഥനയിൽ സൂചിപ്പിച്ചിട്ടുള്ളതല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്കായി ജലം ഉപയോഗിക്കുക, മറ്റ് വരിക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ വെള്ളം ദുരുപയോഗം ചെയ്യുക എന്നിങ്ങനെയുള്ള 5 സാഹചര്യങ്ങളിൽ ജലവിതരണം വിച്ഛേദിക്കാവുന്നതാണെന്നും വ്യവസ്ഥയിൽ വ്യക്തമാക്കുന്നു. അതേസമയം പുതിയ തീരുമാനമനുസരിച്ച് സ്മാർട്ട് മീറ്ററുകളുള്ള റെസിഡൻഷ്യൽ വരിക്കാരുടെ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് 3 മണിക്കൂറിനുള്ളിലും സ്മാർട്ട് മീറ്ററുകൾ ഇല്ലാത്ത വരിക്കാരുടേത് 6 മണിക്കൂറിനുള്ളിലും നടത്തണമെന്നും വ്യവസ്ഥയിൽ പറയുന്നു. തകരാർ, കേടുപാടുകൾ അല്ലെങ്കിൽ സേവനത്തിൽ അതൃപ്തി എന്നിവ ഉണ്ടായാൽ വരിക്കാർക്ക് സേവനദാതാക്കൾക്കെതിരെ പരാതി ഫയൽ ചെയ്യാം. ഇങ്ങനെ ലഭിക്കുന്ന പരാതികൾ സേവനദാതാവ് രജിസ്റ്റർ ചെയ്യണം. ലഭിക്കുന്ന പരാതികളിൽ രേഖാമൂലമുള്ള മറുപടികൾ സേവനദാതാക്കൾ നൽകേണ്ടതാണ്. മീറ്റർ റീഡിംഗിൽ പിഴവ് സംഭവിക്കുകയോ ബില്ലിന്റെ കണക്കുകൾ തെറ്റുകയോ ചെയ്താൽ തെറ്റു തിരുത്താനും ബിൽ കൃത്യമായി കണക്കാക്കാനും സേവനദാതാവ് ബാധ്യസ്ഥനാണെന്നും അധികൃതർ അറിയിച്ചു. റംസാനിൽ എല്ലാ പൊതുവിപണികളിലും അവശ്യവസ്തുക്കളുടെയും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വില നിയന്ത്രണത്തിലാണെന്ന് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു. അനധികൃതമായി വില ഉയർത്തുന്നത് തടയാൻ നിരവധി നിയന്ത്രണ പരിപാടികൾ അധികൃതർ നടത്തിയിരുന്നു. ഗസായിൻ സെൻട്രൽ മാർക്കറ്റിൽ വിവിധ അവശ്യവസ്തുക്കൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ വിലകൾ നിയന്ത്രണാതീതമാണ്. അനധികൃതമായി എവിടെയും വില ഉയർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് CPAയിലെ ഉപഭോക്തൃ സേവന മാർക്കറ്റ് വാച്ച് വകുപ്പിലെ ഒരു പ്രതിനിധി പറഞ്ഞു. പ്രവാസ ജീവിതത്തിലേക്ക് വിളിക്കാതെ വിരുന്നെത്തുന്ന മടുപ്പും നിരാശയുമെല്ലാം മറികടക്കാൻ ചില തുരുത്തുകൾ നമുക്ക് അനിവാര്യമാണ്. സംഘടനാ പ്രവർത്തനം, സാന്ത്വനകാരുണ്യ സേവനങ്ങൾ, വിനോദം, അങ്ങനെ പലരും പല മാർഗങ്ങളാണ് തേടുക. വിവിധ തരം വെല്ലുവിളികൾക്കിടയിലും വ്യത്യസ്ത ശേഷികളോടെ ആളുകൾക്ക് എപ്പോഴും സന്തോഷത്തിന്റെയും ചിരിയുടെയും മുഖം നൽകുന്ന കുട്ടികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. പൊതുവെ ഭിന്നശേഷിക്കാർ എന്നറിയപ്പെടുന്നവർ. ഇവർ പലവിധ കഴിവുകളുള്ളവരാണ്. അവരുടെ കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുമ്പോൾ അവർ മുഖ്യധാരയിലെത്തുക മാത്രമല്ല, സമൂഹത്തിന് പലവിധ പ്രയോജനങ്ങളുണ്ടാകുകയും ചെയ്യും. സമൂഹത്തിനോടൊപ്പം ചേരാൻ അവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അവരെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള നിർമ്മാണ രീതികൾ അവലംബിക്കുമ്പോഴും കൂട്ടായ്മകളിൽ ഉൾപ്പെടുന്നത് അപൂർവമായിരിക്കും. എന്നാൽ മസ്കത്ത് കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇഫ്താർ വിരുന്ന് ഇതിനെയെല്ലാം പൊളിച്ചെഴുതുകയാണ്. ആദ്യമധ്യാന്തം ഭിന്നശേഷി കുട്ടികളുടെ സ്വന്തം ഇഫ്താറായിരുന്നു അത്. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക മേഖലയിലെ ഏറ്റവും കൃത്യനിഷ്ഠതയുള്ള രണ്ടാമത്തേതും മിഡിൽ ഈസ്റ്റിൽ ഒന്നാമത്തേതും എയർലൈനായി ഒമാൻ എയർ 2024 സർവീസുകളിൽ 90.27% ഓൺ ടൈം പെർഫോമൻസാണ് എയർലൈൻ കൈവരിച്ചത്.
മികച്ച പ്രാദേശിക റാങ്കിംഗ് നേടിയ എയർലൈൻ ആഗോള വിജയിയുടെ 86.70% സ്കോർ മറികടക്കുകയും ചെയ്തതായും പ്രമുഖ ഏവിയേഷൻ അനലിറ്റിക്സ് സ്ഥാപനമായ സിറിയം റിപ്പോർട്ടിൽ പറയുന്നു. തുടർച്ചയായ 3-ാം വർഷമാണ് ഒമാൻ എയർ മേഖലയിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഒന്ന് നേടുന്നത്. 2022-ലും 2023-ലും 1-ാം സ്ഥാനം നേടിയിരുന്നു ഒമാൻ എയർ. സിറിയത്തിന്റെ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്കയുടെ തലവനായ മഹേഷ് ഡുഗു ഒരു ചടങ്ങിൽ ഒമാൻ എയറിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ക്യാപ്റ്റൻ നാസർ അൽ സാൽമിക് അവാർഡ് സമ്മാനിച്ചു. ഷെഡ്യൂൾ ചെയ്ത ഗേറ്റ് അറൈവൽ സമയത്തിന് 14 മിനിറ്റും 59 സെക്കൻഡും ഉള്ളിൽ എത്തുന്ന വിമാനത്തെയാണ് ഒരു ഓൺ ടൈം ഫ്ലൈറ്റായി സിറിയം നിർവചിച്ചിരിക്കുന്നത്. 16-ാം വർഷത്തിലെത്തിയ സിറിയം ഓൺ ടൈം പെർഫോമൻസ് റിവ്യൂ ആഗോള എയർലൈൻ പ്രവർത്തന പ്രകടനം നിരീക്ഷിക്കുന്നതിനുള്ള നിർണായക മാനദണ്ഡമായി തുടരുകയാണ്. എയർലൈനുകൾ, വിമാനത്താവളങ്ങൾ, ആഗോള വിതരണ സംവിധാനങ്ങൾ, സിവിൽ ഏവിയേഷൻ അതോറിറ്റികൾ എന്നിവയുൾപ്പെടെ 600-ലധികം ഫീൽഡുകളിൽ നിന്നുള്ള ഡാറ്റയാൽ പ്രവർത്തിക്കുന്ന സിറിയം വ്യവസായത്തിന്റെ സമഗ്രവും വസ്തുനിഷ്ഠവുമായ വീക്ഷണം നൽകുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.